ബലിപെരുന്നാൾ ദിവസത്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മളുടെ സഹോദരന്മാരുടെയും കൂട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും വീട്ടിലേക്ക് സന്ദർശിക്കുകയും സലാം പറഞ്ഞുകൊണ്ട് കൈമുസാഫത്ത് ചെയ്ത് സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തവരാണ്. ഈ നല്ലൊരു സുദിനത്തിൽ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയതായ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥന നടത്തേണ്ടതായ ദിവസം കൂടിയാണ്. ഈ ദിവസങ്ങളില് ദുൽഹിജ്ജ 9 മുതൽ അയ്യാമത്ത് ശരീഖിന്റെ ദിവസങ്ങൾ വരെ തക്ബീറുകൾ അധികരിപ്പിക്കേണ്ടതായ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ മറ്റുള്ളതായ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിനു ശേഷം വരെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ളതായ മഹത്വമേറിയിരിക്കുന്നതായ തക്ബീർ ധ്വനികൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ വരുന്നതായ അയ്യാമത്ത് ശരീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 ആ 13ാമത്തെ ദിവസത്തിന്റെ അസർ നിസ്കാരം വരെ എല്ലാവരും തക്ബീറുകൾ ചൊല്ലാൻ വേണ്ടി മറന്നു പോകരുത്. അല്ലാഹു തആല നല്ല രീതിയിൽ സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.